ഹലോ ഡിയർ ഫ്രണ്ട്സ്, നാടൻ രസക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഒക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കാം. ഇത് വളരെ ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഞാൻ ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ മുട്ട ഇതുപോലെ സ്ക്രാപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചുരണ്ടി എടുത്ത് കഴിഞ്ഞു. ഇനി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ മുറിച്ച് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. കുറച്ച് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് ഒരല്പസമയം അടച്ച് വെച്ച് ചെറിയ രീതിയിലൊന്ന് കുക്കാക്കിയെടുക്കാം. അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കണം. പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാകുന്നത് വരെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച ചപ്പാത്തി മാവ് എടുത്ത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന അത്രയും സൈസിൽ മാത്രം പരത്തിയെടുത്താൽ മതി. പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് 1 സ്പൂണായിട്ട് കോരിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് സൈഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഫോർക്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് പ്രസ് ചെയ്താലും മതി, പിന്നെ കാണാനൊരു ഭംഗിയല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഫോർക്ക് കൊണ്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു ആവി തട്ട് അടുപ്പത്ത് വെച്ച് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഉരുളകളും കൂടി ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആവിയിൽ ഒരു 20-15 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ആവിയിൽ 10-15 മിനിറ്റ് ആവിയിൽ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ വൈകുന്നേരത്തേക്കുള്ള ചായയുടെ സ്നാക്സ് റെഡിയായി. അപ്പോൾ അതാ ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണും വരേക്കും താങ്ക് യു. See you, bye bye.